നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി 11 നാൾ മാത്രം ശേഷിക്കെ പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടന്നു. പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. പാലക്കാടും തൃശൂരും എൻഡിഎയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. കോയമ്പത്തൂരിൽ നിന്ന് ഹെലികോപ്റ്ററിലെത്തുന്ന മോദി ഉച്ചയ്ക്ക് ശേഷം 2:30 പാലക്കാട് കോട്ട മൈതാനത്ത് നടക്കുന്ന എൻഡിഎ തിരഞ്ഞെടുപ്പ് സമ്മേളനത്തിന് ശേഷമായിരിക്കും തൃശൂരിലേക്ക് പോവുക. വൈകിട്ട് തൃശൂരിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടക്കും. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. കോൺഗ്രസിന്റെയും ബിജെപിയുടെ മുഖ്യ എതിരാളിയായ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനാണ് ഡീൽ കഥകൾ സൃഷ്ടിക്കുന്നതെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഒരു വർഗീയ ശക്തികളോടും LDF വിട്ടുവീഴ്ച ചെയ്യില്ല. തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ കൂടിയത് 94,701 വോട്ടർമാർ. വോട്ടർമാരിലെ വർധന അനുകൂല വോട്ടാക്കാനുള്ള തത്രപ്പാടിൽ മുന്നണികൾ. യേശുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കലുകളുമായി ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു. വിവിധ ദേവാലയങ്ങളിൽ ഓശാന ഞായറിന്റെ പ്രത്യേക ചടങ്ങുകളും കുർബാനയും. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കോൺഗ്രസിന്റെയും ബിജെപിയുടെയും മുഖ്യ എതിരാളിയായ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനാണ് ഡീൽ കഥകൾ സൃഷ്ടിക്കുന്നതെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ഒരു വർഗീയ ശക്തികളോടും LDF വിട്ടുവീഴ്ച ചെയ്യില്ല. വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ അകറ്റി നിർത്തുന്ന പച്ചത്തുരുത്താണ് കേരളമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. എല്ലാവരും പറഞ്ഞു കോൺഗ്രസിന്റെ കോട്ടകളിലേക്ക് രാജ്യം മുഴുവൻ അപ്പോൾ ജയിക്കുമോ എന്ന്. അന്ന് കൊടുങ്ങല്ലൂരിൽ നമ്മൾ ഉയർത്തിയ കൊടിയാണ് ഈ കൊടി. ഈ കൊടി അന്ന് മുതൽ ഇന്ന് വരെയും നാം ഉയർത്തിപ്പിടിച്ച കൊടിയാണ്. ഈ കൊടിക്ക് നമ്മുടെ എല്ലാ ജീവന പ്രാധാന്യമുണ്ട്. ഈ കൊടിയും ഇതിൻ്റെ ആശയങ്ങളും ഇത് മുന്നോട്ട് വയ്ക്കുന്ന പുത്തൻ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ലക്ഷ്യങ്ങൾ അതിൻ്റെ എല്ലാം പ്രത്യേകമാണ് സഖാവ് സുനിൽ. ആ സഖാവ് 10 കൊല്ലക്കാലം ഇവിടെ MLA ആയിരുന്നു. ഞാൻ രാജേട്ടൻ്റെ പാരമ്പര്യമൊന്നും പറയുന്നില്ല. ഗോപാലകൃഷ്ണന്റെ പാരമ്പര്യം അത് ഞാൻ പറയുന്നില്ല. പാരമ്പര്യങ്ങളെല്ലാം നമുക്കറിയാം. അതുപോലെ പൂർണ്ണമായിട്ട് നമ്മുടെ കൂടെയാണ്. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VR സുനിൽകുമാർ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ സമഗ്ര പുരോഗതിയുടെ 10 വർഷങ്ങൾ എന്ന വികസന രേഖ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. CPM ജില്ലാ കമ്മിറ്റി അംഗം M രാജേഷ് അധ്യക്ഷനായി. LDF നേതാക്കളായ PK ചന്ദ്രശേഖരൻ, KG ശിവാനന്ദൻ, PK ഡേവിസ്, CC വിപിൻ ചന്ദ്രൻ, KV വസന്തകുമാർ, KM മുസ്താഖ് അലി, TK സന്തോഷ്, വേണു വെണ്ണറ, MR അപ്പുക്കുട്ടൻ, PP സുഭാഷ്, റഹീം പള്ളത്ത്, ഹണി പീതാംബരൻ, TP അരുൺകുമാർ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി KK വത്സരാജിന്റെ വികസന രേഖയുടെയും പ്രകടന പത്രികയുടെയും പ്രകാശനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിർവഹിച്ചു. ശ്രീനാരായണപുരം തേവർ പ്ലാസയിൽ വെച്ച് നടന്ന പരിപാടി LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി KK വത്സരാജ്, LDF നേതാക്കളായ KP രാജേന്ദ്രൻ, KG ശിവാനന്ദൻ, K ശ്രീകുമാർ, മുഹമ്മദ് ചാമക്കാല, TK സുധീഷ്, TP രഘുനാഥ്, അഡ്വക്കേറ്റ് ജ്യോതി പ്രകാശ്, TK രമേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. കളങ്കത്തിന്റെ കടമയാത്ത ആ പാർട്ടിയുമായിട്ടാണ് കോൺഗ്രസ് കൈപ്പത്തി ഇപ്പോൾ ചേർത്ത് വെച്ചിരിക്കുന്നത്. അത് യാദൃച്ഛികമാണ്. ഈ കള്ളത്തരം നെറികെട്ട കള്ളത്തരം മുന്നിലേക്ക് വരികയാണ്. അവർ ഡീൻ എന്നെപ്പോഴും പറയുന്നത്. എല്ലാ കേരളീയർക്കും അറിയാം വാസ്തവത്തിൽ ഡീലുള്ളത് കോൺഗ്രസും BJPയും തമ്മിലാണ്. പണ്ട് വടകരയിൽ എയർപോർട്ട് ആരംഭിച്ചത്. പിന്നെ ഇന്നോടെ തുടങ്ങുന്നത് ആ ഡീലാണ്. തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ കൂടിയത് 94,701 വോട്ടർമാർ. വോട്ടർമാരിലെ വർധന അനുകൂല വോട്ടാക്കാനുള്ള തത്രപ്പാടിലാണ് മുന്നണികൾ. അതുകൊണ്ട് തന്നെ ജില്ലയിലെ 13 മണ്ഡലങ്ങളിലും അത്യുഗ്രൻ പ്രചാരണമാണ് വിവിധ സ്ഥാനാർത്ഥികൾ നടത്തുന്നത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 24,38,014 വോട്ടർമാരാണ് ജില്ലയിലുണ്ടായിരുന്നത്. ഇത്തവണ അത് 25,32,715 വോട്ടർമാരായി വർദ്ധിച്ചു. 2011 22,55,714 വോട്ടർമാരായിരുന്നത്
2016 24,87,686 വർദ്ധിച്ചിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ 49,672 പേർ കുറയുകയായിരുന്നു. 2016 വോട്ടർമാരുടെ എണ്ണത്തിൽ 2,31,972 പേരുടെ വർധനവുണ്ടായപ്പോഴും 21 വോട്ടർമാർ കുറഞ്ഞപ്പോഴും നേട്ടം കൊയ്തത് LDF ആയിരുന്നു. ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 12 നേടിയായിരുന്നു LDFന്റെ മിന്നും വിജയം. 2011 16,92,822 പേരാണ് വോട്ട് ചെയ്തത്. 16 19,31,478 പേരും 21 19,60,616 പേരും വോട്ട് ചെയ്തു. 2016 11 2,31,972 വോട്ടർമാരുടെ വർധനവുണ്ടായപ്പോൾ വോട്ട് ചെയ്തവരുടെ എണ്ണത്തിലുണ്ടായ വർധന 2,38,656 ആണ്. അതായത് വർദ്ധിച്ച വോട്ടിനേക്കാൾ 6,684 വോട്ട് കൂടുതൽ. 2021 മുൻകാലത്തെ അപേക്ഷിച്ച് വർദ്ധിച്ച വോട്ടർമാരുടെ എണ്ണം 49,672 കുറഞ്ഞപ്പോൾ 29,138 പേർ മാത്രമാണ് കൂടുതലായി വോട്ട് രേഖപ്പെടുത്തിയത്. 2026 മുൻ കാലഘട്ടത്തേക്കാൾ വോട്ടർമാർ കൂടിയ സാഹചര്യത്തിൽ പിന്തുണ ആർക്കാകുമെന്നതിലാണ് മുന്നണികളുടെ നോട്ടം. മീഡിയ ടൈം, തൃശൂർ. മേയർ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിനെ തുടർന്ന് വിവാദ പ്രസ്താവന നടത്തി പാർട്ടി നടപടി നേരിട്ട തൃശൂർ കൗൺസിലർ ലാലി ജെയിംസ് വീണ്ടും കോൺഗ്രസിൽ. DCC അധ്യക്ഷന് മാപ്പെഴുതി നൽകിയതിനെ തുടർന്നാണ് ലാലി ജെയിംസിനെ തിരിച്ചെത്താനുള്ള വഴി തുറന്നത്. തൃശൂരിലെ UDF സ്ഥാനാർത്ഥി രാജൻ പല്ലന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ലാലി എത്തി. രാജൻ പല്ലനൊപ്പം തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാകുമെന്നും ലാലി പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. കുടുംബത്തിലെ ചെറിയ പ്രശ്നങ്ങളിൽ നടപടിയെടുക്കും. അങ്ങനെ മാത്രമേ സസ്പെൻഷൻ നടപടിയെ കാണുന്നുള്ളൂ. താൻ ഇന്നും പാർട്ടിക്കൊപ്പം ഉണ്ടാകുമെന്നും പാർട്ടിയോട് മാപ്പ് പറയുന്നതിൽ അഭിമാനമെന്നും ലാലി ജെയിംസ് പറഞ്ഞു. ഈ മേയർഷിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പാർട്ടിക്കോ നേതാക്കൾക്കോ എൻ്റെ പ്രസ്താവന മൂലം അവമതിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുന്നു എന്നുള്ളത് പരസ്യമായി തന്നെ ഇപ്പോൾ പറയുകയാണ്. തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന രാജൻ ജെ പല്ലൻ്റെ കൂടെ ആളുടെ സുഹൃത്തായും ഒപ്പം നീണ്ട വർഷങ്ങൾ കൗൺസിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന സഹോദരന്മാരാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ തീർച്ചയായും നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ഇവിടെ വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. വെന്തുരുകുന്ന കനത്ത ചൂടിലും കുടിവെള്ള വിതരണം തടസ്സപ്പെടുത്തി ദേശീയപാത അധികൃതർ. 3 ആഴ്ചയിലധികമായി ദേശീയപാത നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി വിതരണ പൈപ്പുകളും വാൽവുകളും പൊട്ടിയതിനാൽ നിർത്തിവെച്ചിട്ടുള്ളത്. കുടിവെള്ളമില്ലാതെ ഈ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾ നെട്ടോട്ടമോടുകയാണ്. കൊടുങ്ങല്ലൂർ നഗരത്തിലെ ചന്തപ്പുരയിലും ഉഴവത്തുകടവിലുമുള്ള 200-ൽ പരം വീടുകളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് 3 ആഴ്ചയിലധികമായി ദേശീയപാത നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി വിതരണ പൈപ്പുകളും വാൽവുകളും പൊട്ടിയതിനാൽ നിർത്തിവെച്ചിട്ടുള്ളത്. കുടിവെള്ളമില്ലാതെ ഈ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾ നെട്ടോട്ടമോടുകയാണ്. നഗരസഭാ അധികൃതർ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നത് അല്പമെങ്കിലും ആശ്വാസകരമാണ്. നഗരസഭയും വാട്ടർ അതോറിറ്റിയും നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും ഇടപെട്ട് പൊട്ടിയ പൈപ്പുകൾ ശരിയാക്കി തകരാർ പരിഹരിക്കുവാൻ തയ്യാറാകുന്നില്ല. ലക്ഷക്കണക്കിന് ഭക്തർ എത്തിച്ചേർന്ന ഭരണിയോടനുബന്ധിച്ച് ആഘോഷ സമയത്ത് പോലും റോഡ് പണിയോടനുബന്ധിച്ച് സംഭവിച്ച തകരാർ പരിഹരിക്കുവാൻ ഒരു ശ്രമവും കരാർ കമ്പനി നടത്തിയില്ലെന്നത് പ്രതിഷേധാർഹമാണെന്ന് CPIM കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. യേശുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കലുകളുമായി ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു. ഇതോടെ വിശുദ്ധവാരത്തിന് തുടക്കമാവുകയാണ്. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ ഓശാന ഞായറിന്റെ പ്രത്യേക ചടങ്ങുകളും കുർബാനയും ആരംഭിച്ചു. വിശുദ്ധവാരത്തിന് തുടക്കമിട്ട് ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ ഓശാന ഞായർ ചടങ്ങുകളും കുർബാനയും നടന്നു. എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുരുത്തൂർ മൗണ്ട് സീനോയ് ദേവാലയത്തിൽ തിരുനാൾ കർമ്മങ്ങൾക്ക് ഫാദർ ജോസഫ് ജോഷി മുട്ടിക്കൽ കാർമ്മികത്വം വഹിച്ചു. യേശുവിനെ ഒലിവ് മരച്ചില്ലകൾ വീശി ജെറുസലേമിൽ ജനസമൂഹം വരവേറ്റതിന്റെ ഓർമ്മ പുതുക്കുകയാണ് കുരുത്തോല പെരുന്നാൾ ദിനത്തിൽ വിശ്വാസികൾ. കുരുത്തോല വെഞ്ചരിപ്പും പ്രദക്ഷിണവും വിശുദ്ധ കുർബാനയും വചന സന്ദേശവും ഉൾപ്പെടെയുള്ള ശുശ്രൂഷകളാണ് വിവിധ ദേവാലയങ്ങളിൽ നടക്കുന്നത്. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വത്തിൽ കുരുത്തോല വെഞ്ചരിപ്പ്, പ്രദക്ഷിണം, ദിവ്യബലി എന്നിവ നടന്നു. കത്തീഡ്രലിൽ നടന്ന ദിവ്യബലിയിൽ കത്തീഡ്രൽ വികാരി റവറന്റ് ഡോക്ടർ ഡൊമിനിക് പിൻഹീറോ, സഹവികാരിമാരായ ഫാദർ നിഖിൽ മുട്ടിക്കൽ, ഫാദർ ടോണി കുന്നത്തൂർ,
പ്രൊക്യുറേറ്റർ ഫാദർ ജോബി കാട്ടാശ്ശേരി, ബിഷപ്പിന്റെ സെക്രട്ടറി ഫാദർ ബിയോൺ തോമസ്, ഫാദർ രൂപേഷ് എന്നിവർ സഹകാർമ്മികരായി. സന്യസ്തരും വിശ്വാസികളുമടക്കം ആയിരങ്ങൾ പങ്കെടുത്തു. മീഡിയ ടൈം, കൊച്ചി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെ മുഖ്യ എതിരാളിയായ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനാണ് ഡീൽ കഥകൾ സൃഷ്ടിക്കുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഒരു വർഗീയ ശക്തികളോടും LDF വിട്ടുവീഴ്ച ചെയ്യില്ല. തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ കൂടിയത് 94,701 വോട്ടർമാർ. വോട്ടർമാരിലെ വർധന അനുകൂല വോട്ടാക്കാനുള്ള തത്രപ്പാടിൽ മുന്നണികൾ. യേശുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കലുകളുമായി ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു. വിവിധ ദേവാലയങ്ങളിൽ ഓശാന ഞായറിന്റെ പ്രത്യേക ചടങ്ങുകളും കുർബാനയും. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.